കഴിഞ്ഞ ഒരു ഒന്നൊന്നര മാസം മുമ്പ് വരെ നമ്മുടെ കേരള സംസ്ഥാനത്തെ മതേതര പുരോഗമന നവോത്ഥാന ബുദ്ധിജീവികളുടെയും കോൺഗ്രസ്, CPM, CPI ഭേദമന്യേ സകലമാന പുരോഗമന ചിന്താധികാരുടെയും ഒരു വിഗ്രഹമായിരുന്നു തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. ലോകത്തുള്ള എല്ലാ നന്മകളും ഗുണഗണങ്ങളും ഇദ്ദേഹത്തിൽ അവരാരോപിച്ചു. ഈ സ്റ്റാലിൻ വലിയൊരു അഴിമതിക്കാരനാണ് എന്ന കാര്യം പലർക്കും അറിയാമായിരുന്നു. പക്ഷേ എന്നെപ്പോലെ വളരെ അപൂർവം പേര് മാത്രമേ അത് പറഞ്ഞിരുന്നു. സ്റ്റാലിൻ്റെ പുരോഗമനവും നവോത്ഥാനവും എല്ലാം വെറും കാപട്യമാണ് എന്നുള്ളത് സകലർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ആരും അംഗീകരിച്ചിരുന്നില്ല. കാരണം നമുക്ക് പൂജിക്കാൻ ചില വിഗ്രഹങ്ങൾ വേണം. അങ്ങനെ വിഗ്രഹമായിട്ട് മാറിയ ഒരാളാണ് സ്റ്റാലിൻ. തമിഴ്നാട്ടിൽ സ്റ്റാലിന് ഇത്ര ആരാധകരുണ്ടായിരുന്നില്ല. കാരണം തമിഴന്മാർക്ക് ഇദ്ദേഹത്തെ നേരത്തെ അറിയാം. പുള്ളിയെ മാത്രമല്ല, പുള്ളിയുടെ പിതാവ് കാലം ചെയ്ത കരുണാനിധിയെ പറയാം. ഇവരുടെ തറവാട്ട് പാരമ്പര്യം അറിയാം. കളവാണ് അവരുടെ മുഖമുദ്ര എന്നുള്ളതായിരുന്നു നാട്ടുകാർക്കറിയാം. അഴിമതി സ്ഥാപനവൽക്കരിച്ച ആദ്യത്തെ സംസ്ഥാനമാണ് തമിഴ്നാട്. അതിന് തന്നെ ഈ ദ്രാവിഡ പ്രസ്ഥാനം, ദ്രാവിഡ മുന്നേറ്റ കഴകം വലിയ സംഭാവന നൽകിയിട്ടുണ്ട്. ഇവർ തുടങ്ങി വെച്ചത് പിന്നീട് DMK-കാരും അതുപോലെ തന്നെ പിന്തുടർന്നു എന്നുള്ളതാണ് സത്യം. MGRൻ്റെ കാലത്തും ഒരു വ്യത്യാസം ഉണ്ടാകത്തില്ല. ജയലളിത വന്നപ്പോൾ അഴിമതിയിലൂടെ തൂർത്തും കൂടിയായി. അത്രയും ഉണ്ടായിട്ടുള്ള വ്യത്യാസം. കരുണാനിധി തിരിച്ചു വന്നപ്പോഴും അഴിമതിക്ക് യാതൊരു കുറവുണ്ടായില്ല. സ്റ്റാലിൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഒന്നും കൂടി തേച്ച് തുടച്ച് മിനുക്കി അതിൻ്റെ ശോഭ വർദ്ധിപ്പിക്കാൻ മാത്രമേ ചെയ്തുള്ളൂ. അത് ജനങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാണ് അവർ ഏറ്റവും ആദ്യത്തെ അവസരത്തിൽ തന്നെ സ്റ്റാലിനെ പുറത്താക്കിയത്. DMK-ക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു. സ്റ്റാലിൻ സ്വന്തം മണ്ഡലത്തിൽ പരാജയപ്പെട്ടു എന്ന് കരുതി പുള്ളി വിട്ടുകൊടുക്കാൻ തയ്യാറില്ല. അദ്ദേഹത്തിൻ്റെ മകനെ പ്രതിപക്ഷ നേതാവാക്കിക്കൊണ്ട് പുള്ളി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 3 മാസത്തിനകത്ത് വിജയുടെ മന്ത്രിസഭ വീഴും. ഏറ്റവും കൂടി 6 മാസം. അത് ഒന്നുകിൽ തെരഞ്ഞെടുപ്പ് നടക്കുക, അല്ലെങ്കിൽ ഭൂരിപക്ഷം MLA-മാരും പുള്ളിയുടെ അടുത്തേക്ക് വരും എന്നാണ് സ്റ്റാലിൻ ഇപ്പോഴും വിചാരിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്, പ്രത്യാശ വെച്ച് പുലർത്തുന്നു. അങ്ങനെയുള്ള പ്രത്യാശകളില്ലെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ വളരെ ബോറായിപ്പോകും. രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും ഒരു കാരണവശാലും ഈ പ്രതീക്ഷ കൈവിടാൻ പറ്റുകയില്ല. ഒരു തെരഞ്ഞെടുപ്പിലോ 9 തെരഞ്ഞെടുപ്പിൽ തോറ്റാലും അവർ അടുത്ത തെരഞ്ഞെടുപ്പിൽ നമ്മൾ ജയിക്കും, അധികാരം കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നവരാണ്. പിന്നെ തൃണമൂൽ കോൺഗ്രസ്സിലൊക്കെ ഉണ്ടായ പോലുള്ള വലിയ പൊട്ടിത്തെറിയോ അതൃപ്തിയൊന്നും DMK-യിലില്ല. അവിടെ പരമോന്നത നേതാവ് സ്റ്റാലിനാണ്. സ്റ്റാലിൻ കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ മകനാണ്. അതൊക്കെ എല്ലാവരും അംഗീകരിച്ച കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഘടകകക്ഷികളായിരുന്ന ചില പാർട്ടീസുണ്ട്. ഒന്ന് കോൺഗ്രസ്സാണ്. അവർ ഈ വിജയുടെ പാർട്ടി 2 മന്ത്രിസ്ഥാനം വെച്ച് നേടിയപ്പോൾ ആ ഭാഗത്തേക്ക് പോയി. 5 MLA-മാരുണ്ടായിരുന്നു, അവർ പോയി. പിന്നാലെ അത് സ്റ്റാലിനോട് ചോദിക്കാതെ പോയതാണ്. ചോദിച്ചിട്ട് പോയത് മുസ്ലിം ലീഗാണ്. 2 MLA-മാരുണ്ടായിരുന്നു. അവർക്ക് ഒരു മന്ത്രിസ്ഥാനം കിട്ടി, അവർ ഹാപ്പിയായി. പിന്നെ ഈ 2 MLA-മാരുള്ള ചില പാർട്ടികളുണ്ട്. അതിലൊന്ന് തിരുമാളവൻ്റെ VCK എന്ന് പറഞ്ഞ പാർട്ടിയാണ്. പിന്നെ CPM ആണ്, പിന്നെ CPI ആണ്. ഇവരെല്ലാവരും തന്നെ ഈ ഭരണമുന്നണിയിലേക്ക് പോയി. ചിലർ ഇവിടെ നിന്നുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. പിന്നീട് അത് മനസ്സിലായി, അത് പ്രാവർത്തികമല്ലെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവർ ഭരണമുന്നണിയിലേക്ക് മാറിയിരിക്കും. ഇപ്പോൾ തെളിച്ച് പറഞ്ഞാൽ പ്രതിപക്ഷത്ത് DMK ഒറ്റപ്പെട്ടു എന്നുള്ളതാണ് സത്യം. ഇതുവരെ വിശ്വസ്തരായിട്ട് ഭാവിച്ചിരുന്ന കോൺഗ്രസും VCKയും മുസ്ലിം ലീഗും CPIയും CPM-ഉം ഒക്കെ സ്റ്റാലിനോട് ടാറ്റ ഗുഡ് ബൈ പറഞ്ഞ് പോയിരിക്കുകയാണ്. ഇനി ഘടകന്മാരാരും ഇല്ലാതെ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യാനാണ് സ്റ്റാലിൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ നമ്മുടെ നാട്ടിലെ മതേതര പുരോഗമന ബുദ്ധിജീവികൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളത് എൻ്റെ മുമ്പിലുള്ള പ്രശ്നം. നമ്മൾ തുടർന്നും സ്റ്റാലിനെ അംഗീകരിക്കണോ, സ്റ്റാലിനെ പൂജിക്കണോ, സ്റ്റാലിനെ കൺകണ്ട ദൈവം എന്ന് പറയണോ? അതോ സ്റ്റാലിൻ ഒരു അഴിമതിക്കാരനായിരുന്നു, കൊള്ളരാത്തവനായിരുന്നു, അതുകൊണ്ടാണ് ജനങ്ങൾ അയാളെ വെറുത്തത്, അതുകൊണ്ടാണ് ജനങ്ങൾ അയാളെ തള്ളിപ്പറഞ്ഞത് എന്ന് കരുതി നമ്മൾ സ്റ്റാലിനെ സ്റ്റാലിനെ എതിർക്കണോ? പണ്ട് ഈ സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 20ാം കോൺഗ്രസ്സിൽ സഖാവ് നികിത ക്രൂഷ്ചേവ് ഇങ്ങനെയാണ് ജോസഫ് സ്റ്റാലിനെ തള്ളിപ്പറഞ്ഞത്. സ്റ്റാലിൻ ജീവിച്ചിരുന്ന കാലത്ത് എല്ലാവരും അദ്ദേഹത്തെ പ്രശംസിച്ചു, പ്രകീർത്തിച്ചു. സ്റ്റാലിൻ ദൈവതുല്യനാണ് എന്ന് വിചാരിച്ചു. സ്റ്റാലിൻ മരിച്ചപ്പോൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ മഹാകവി വള്ളത്തോൾ സ്റ്റാലിനെ പ്രകീർത്തിച്ചുകൊണ്ട് സ്റ്റാലിൻ്റെ ചരമത്തിൽ വിലപിച്ചുകൊണ്ട് കവിത എഴുതി. കവിത ഇപ്പോഴും നിങ്ങൾക്ക് വായിക്കാൻ കിട്ടും. സ്റ്റാലിൻ 73 കൊല്ലം മുമ്പ് ഒരാലയാം ചെളിക്കുണ്ടിൽ വിളഞ്ഞ മഹാരത്നം എന്നൊക്കെയാണ് അദ്ദേഹം എഴുതിയത്. കാരണം വള്ളത്തോൾ മഹാകവിക്ക് സ്റ്റാലിൻ്റെ യഥാർത്ഥ സ്വഭാവം എന്തായിരുന്നു, അവിടെ നടന്നിരുന്ന അതിക്രമങ്ങൾ എന്തൊക്കെയായിരുന്നു യാതൊരു ധാരണയില്ലായിരുന്നു. ഇനി ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അതൊക്കെ സാമ്രാജ്യത്വ ശക്തികളുടെ കുപ്രചരണ കോലാഹലമാണെന്നാണ് പുള്ളി വിചാരിച്ചത്. അതുകൊണ്ടാണ് കവിത എഴുതിയത്, അല്ലെങ്കിൽ എഴുതില്ല. പക്ഷേ വള്ളത്തോളിൻ്റെ മരണത്തിന് ശേഷം
അല്ലെങ്കിൽ ഈ സ്റ്റാലിൻ മരിച്ച 2-3 കൊല്ലത്തിന് ശേഷം പാർട്ടിയുടെ 20ാം കോൺഗ്രസ്സിൽ സഖാവ് നികിത ക്രൂഷ്ചേവ് സ്റ്റാലിനെ തള്ളിപ്പറയുകയും സ്റ്റാലിൻ്റെ കാലത്ത് നടന്ന അതിക്രമങ്ങൾക്ക് പാർട്ടി ഉത്തരവാദിത്വമില്ല എന്ന് പറയും. ഇപ്പോൾ ഇവിടെയും അതുപോലത്തെ ഒരു സംഭവം നടന്നിട്ടുള്ളത്. സ്റ്റാലിനെ തള്ളിപ്പറയുന്നത് ക്രൂഷ്ചേവല്ല, നമ്മുടെ നാട്ടിലെ മതേതര പുരോഗമന ചിന്താഗതിക്കാരാണ്. ശരിക്കും പറഞ്ഞാൽ മീഡിയ വൺ ചാനൽ വരെ സ്റ്റാലിനെ കൈവിട്ടു. ഇനി സ്റ്റാലിൻ എന്ത് ചെയ്യുന്നുള്ള ചോദ്യമുണ്ട്. സ്റ്റാലിൻ കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞു, CPM-നെ CPI അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞു. അദ്ദേഹത്തിന് ജോസഫ് വിജയുടെ പാർട്ടിയുമായിട്ട് സഹകരിക്കാനോ അവരുമായിട്ട് കൈകോർക്കാനോ സാധിക്കില്ല. അതേ സമയത്ത് കോൺഗ്രസിനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കി. ഇന്ത്യ സഖ്യത്തിൻ്റെ മീറ്റിങ്ങിന് പോകുന്നില്ല. അതേ സമയത്ത് ഇദ്ദേഹത്തിന് ഒരു പുരോഗമന പാർട്ടി ആയതുകൊണ്ട് ഈ കേന്ദ്രം ഭരിക്കുന്ന ഫാസിസ്റ്റ് ശക്തികളുമായിട്ട് കൈകോർക്കാനും പറ്റിയില്ല. അതുകൊണ്ട് കോൺഗ്രസിനും BJPക്കും എതിരെ ഒരു ബദൽ കെട്ടിപ്പടുക്കാനാണ് സ്റ്റാലിൻ ഉദ്ദേശിക്കുന്നത്. മൂന്നാം ചേരി. ഇനി ഒരു മൂന്നാം ചേരി കെട്ടിപ്പടുത്ത് ഒരേ സമയത്ത് കോൺഗ്രസിനെയും BJP എതിർക്കുക, രണ്ടുപേരെ ഒറ്റപ്പെടുത്തുക, തമിഴ്നാട്ടിൽ കൈവിട്ടുപോയ ഭരണം തിരിച്ചു പിടിക്കുക, കേന്ദ്രത്തിൽ ഒരു മതേതര പുരോഗമന നവോത്ഥാന ബദൽ കെട്ടിപ്പടുക്കുക. ഇതാണ് സ്റ്റാലിൻ ഉദ്ദേശിക്കുന്നത്. അതിൽ എന്തുമാത്രം അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിയും, ഏത് ഘട്ടത്തിൽ വെച്ച് അദ്ദേഹം വീണ് പോകും എന്ന് പറയാൻ ഞാൻ ആളല്ല. ഏതായാലും സ്റ്റാലിന് എല്ലാ ഭാവങ്ങളും ആശംസിക്കുന്നു. അദ്ദേഹം ഒരു അഴിമതിക്കാരനാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി അവസാനിച്ചിട്ടില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പോരാട്ടം തുടരട്ടെ. കോൺഗ്രസും BJPയും ഇല്ലാത്ത ഒരു ബദൽ, അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഉണ്ടാവില്ല, അങ്ങനെ ഒരു ബദൽ അദ്ദേഹത്തിന് കെട്ടിപ്പടുക്കാൻ കഴിയട്ടെ എന്ന ആശംസയോടുകൂടി അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.